വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യേശു അവരോടൊത്ത് ഗസ്തമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. ഓർമ്മിക്കുക, ഏറ്റവും നിന്ദ്യവും അതികഠോരവുമായ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈശോയുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണ് അന്ത്യത്താഴത്തിനു ശേഷമുള്ള ഗസ്തമനി അനുഭവം. ശിഷ്യന്മാരോടൊപ്പം ഗസ്തമനിയിലെത്തിയ ഈശോ വളരെയധികം ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. സാധ്യമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ഈശോ, എന്റെ ഹിതമല്ല പിതാവേ, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ടാകാം വ്യത്യസ്തങ്ങളായ ഗസ്തമനി അനുഭവങ്ങൾ. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പാനപാത്രങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ അഭയം തേടാം. ജീവിത സഹനങ്ങൾ അകറ്റണമേ എന്ന് യാചിക്കുന്നുവെങ്കിൽ അതോടൊപ്പം അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ നമുക്കും മറക്കാതിരിക്കാം. സഹനങ്ങളുടെ മുൻപിൽ നാം പ്രതീക്ഷിക്കുന്ന മാനുഷികമായ എല്ലാ അധ്യായങ്ങളും അടഞ്ഞ അധ്യായങ്ങളായി മാറാം. എങ്കിലും കർത്താവിന്റെ ദൂതൻ നമ്മെ ശക്തിപ്പെടുത്തുവാനായി കടന്നുവരും എന്ന സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ നോമ്പുകാലം എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാപഭാരം തോളിലേറ്റി ചാട്ടവാറിൻ പ്രഹരമേറ്റ് ഘോരവേദനയാൽ പിടഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായി. പാപഭാരം തോളിലേറ്റി ചാട്ടവാറിൻ പ്രഹരമേറ്റ് ഘോരവേദനയാൽ പിടഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായി. യേശുനാഥന്റെ പാദപീഠേ സ്നേഹമോടെ ചുംബനമേകാം. യേശുനാഥന്റെ പാദപീഠേ സ്നേഹമോടെ ചുംബനമേകാം.
ഗാഗുൽത്തായിലെ ആ വഴിയിലും മാറ്റൊലി കൊണ്ടു ദീനരോദനം. ഗാഗുൽത്തായിലെ ആ വഴിയിലും മാറ്റൊലി കൊണ്ടു ദീനരോദനം. ക്രൂശിൻ ഭാരത്താൽ വേദനയാൽ കാലിടറി വീണു നാഥൻ. പ്രാണനുള്ളിൽ മരവിച്ചു തകർന്നു പോയൊരമ്മ, ആ ദുഃഖമെല്ലാം നീർച്ചാൽ പോലെ സ്നേഹക്കടൽ പോലെ മർത്യപാപഭാരം തോളിലേറ്റി ചാട്ടവാറിൻ പ്രഹരമേറ്റ് ഘോരവേദനയാൽ പിടഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായി. മുൾമുടിയിലും ആമിഴിയിലും ആർത്തിരമ്പിടും ആത്മനൊമ്പരം. മുൾമുടിയിലും ആമിഴിയിലും ആർത്തിരമ്പിടും ആത്മനൊമ്പരം. നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുനാഥൻ തളർന്ന നേരം നീറയല്ലോ നൽകിയത് ദാഹജലമായി. ആ സഹനമെല്ലാം എന്നാത്മാവിൻ നിത്യരക്ഷയ്ക്കായി. മർത്യപാപഭാരം തോളിലേറ്റി ചാട്ടവാറിൻ പ്രഹരമേറ്റ് ഘോരവേദനയാൽ പിടഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായി. യേശുനാഥന്റെ പാദപീഠേ സ്നേഹമോടെ ചുംബനമേകാം. യേശുനാഥന്റെ